ഓക്കെ ചേട്ടാ, ഞാൻ ഒരുപാട് നേരം ട്രൈ ചെയ്തു. കാരണം നിങ്ങൾ അത് കാണും എന്ന് നിങ്ങൾ മനഃപൂർവ്വം കാണാഞ്ഞതാണ്. എനിക്കത് കാര്യം മനസ്സിലായി. പക്ഷെ എൻ്റെ സ്ക്രിപ്റ്റ് നിങ്ങളുടെ കൈ ഇരുന്നോട്ടെ. നിങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ ലീഗലി ഉള്ള കാര്യങ്ങളെല്ലാം ഞാൻ അത് ഫോളോ അപ്പ് ചെയ്തു കഴിഞ്ഞു. അപ്പം ഒരു കാര്യം താങ്കളുടെ കയ്യിൽ അതിരിക്കട്ടെ ഭദ്രമായി, കേട്ടോ. എന്റെ സ്ക്രിപ്റ്റ് താങ്കളുടെ കയ്യിൽ വെച്ചേരെ, എനിക്കൊരു തെളിവാണല്ലോ. ഇരുന്നോട്ടെ. ഓക്കെ. നമസ്കാരം ചേട്ടാ. പിന്നെ ഞാനിപ്പം ഈ വോയിസ് മെയിൽ ഇടുന്നത് അത്യാവശ്യമായി. എനിക്ക് നാളെ എനിക്കൊരു പരസ്യത്തിൻ്റെ ഒരു ഷൂട്ടുണ്ട്. അപ്പോൾ അത് ആഡ് ഫിലിം ഏജൻസി ഇപ്പോഴാണ് നമ്മളെ വിളിച്ച് പറഞ്ഞത്. അപ്പം അന്നേരം എനിക്ക് നാളെ ഉച്ച കഴിയുമ്പം ഇറങ്ങണം. അപ്പോൾ അന്നേരം ചേട്ടനൊരു കാര്യം ചെയ്യും, ഞാൻ അഡ്രസ്സ് അയച്ചു തരാം. അപ്പോൾ എനിക്ക് അയച്ച് തരുമ്പോൾ ചേട്ടൻ എൻ്റെ അടുത്ത് വിളിച്ച് പറയണേ, കേട്ടോ. ചേട്ടൻ അത് അങ്ങോട്ട് മാത്രം കേട്ടിട്ട് ഇങ്ങോട്ടൊന്നും മിണ്ടാതിരിക്കരുത്. അതാണ്, പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് പോകും. നമുക്കൊന്നും കറക്റ്റായിട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചേട്ടനത് എനിക്ക് വളരെ സന്തോഷപൂർവ്വവും സ്നേഹപൂർവ്വവും ചേട്ടൻ കാര്യം തിരിച്ച് എനിക്ക് അയച്ചു തന്നേരെ. ഓക്കെ കേട്ടോ. അത് ചേട്ടൻ്റെ ആൻസർ ഇടണേ, കേട്ടോ കേട്ടോ. ഓക്കെ, കേട്ടിട്ട് മിണ്ടാതിരിക്കരുത്. ഓക്കെ, താങ്ക് യു. നമസ്കാരം. ഞാൻ നമ്മുടെ ഈ പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്നെ വിളിക്കുന്നവരോടൊക്കെ പറയുന്നൊരു കാര്യമാണ്. അതായത് ഒരുപാട് പേർ വിളിച്ചിട്ട്, സാറേ സത്യത്തിന് നീതിക്ക് വേണ്ടിയിരിക്കുന്ന സാറിനോടാകുമ്പോൾ ധൈര്യമായിട്ട് പറയാം, ഒരു സിനിമയുടെ കഥ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്, ഒരു തിരക്കഥ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്, സാർ ഒന്ന് കേൾക്കണം, അഭിപ്രായം പറഞ്ഞാൽ മതി. ഞാൻ ഒന്നില്ല, കേൾക്കില്ല. കാരണം രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കാശ് മുടക്കാനുള്ള പ്രൊഡ്യൂസർ എൻ്റെ കയ്യിലില്ല. രണ്ട്, കഥമോഷണം നടക്കുന്ന കാലമാണ്. നിങ്ങളിതുപോലെ ഒരു 10 പേരുടെ കഥ പറയും, അതിലാരെങ്കിലും ഈ കഥ ചോർത്തു, നിങ്ങൾ സംശയിക്കുമ്പോൾ ആ ദിനേശിനോട് ഞാൻ ഈ കഥ പറഞ്ഞിരുന്നു എന്ന് പറയും. എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരാളെയും കഥ പറയാനോ തിരക്കഥ വായിക്കാനോ ഒന്നും ഞാൻ സമ്മതിക്കുകയില്ല. എന്നെ ഒരു 100 കണക്കിന് പേര് വിളിച്ചിട്ടുണ്ട്, വെറുതെ പറയല്ല, 100 കണക്കിന് പേര് വിളിച്ചിട്ടുണ്ട്. ഒന്ന് ചേട്ടൻ കേരള എന്നുണ്ട്, ഞാൻ വീണിട്ടില്ല. അങ്ങനെ വാശി പിടിക്കുന്ന എന്നെ കൊട്ടിയെത്തുകാരനായ എന്നെ പരിചയപ്പെടുമ്പോൾ എന്നെ പറഞ്ഞു കുണ്ട്രയാണ്, കുണ്ട്ര ജോണിയുടെ വീടിനടുത്താണെന്നൊക്കെ പറഞ്ഞാണ് ഒരു മൊത്തം കള്ളം പറയുന്നൊരു ചെറുപ്പക്കാരൻ. പക്ഷേ ഭയങ്കര വാചാലമായിട്ട് സംസാരിക്കും, ആധികാരികമായിട്ട് സംസാരിക്കും. അപ്പോൾ ഈ കൊട്ടിയത്തുകാരൻ എന്നെ നേരി കാണാൻ വന്നപ്പോഴാണ് അയാൾ കൊട്ടിയോന്ന് പറഞ്ഞത്. കുണ്ട്രക്കാരൻ, ജോണിയുടെ അയൽവക്കക്കാരൻ എന്നോട് പറഞ്ഞു, സാറേ ഞാനൊരു തിരക്കഥ റെഡിയാക്കിയിട്ടുണ്ട്, ഞാനത് വേറൊരു ഡയറക്ടറെ കൊണ്ട് ചെയ്യിക്കാനിരുന്നതാണ്, അത് സംസാരത്തിനിടയിൽ ഞങ്ങൾ തെറ്റി സാറേ. ഞാൻ പറയും, സ്നേഹിത എന്നോട് വിളിച്ചിട്ട് ഒരു കാര്യമില്ല. അതെന്ത് സാറേ? എൻ്റെ കയ്യിൽ പ്രൊഡ്യൂസറില്ല, പിന്നെ എനിക്ക് ടേസ്റ്റുള്ള, എനിക്ക് ചെയ്യാൻ പറ്റുന്ന താല്പര്യമുള്ള സബ്ജക്റ്റാണോ നിങ്ങളുടേതെന്ന് എനിക്ക് അറിഞ്ഞും കൂടാ. എന്നാൽ ഞാൻ സിനിമ ചെയ്യാനായിട്ട് ഒരുപാട് സബ്ജക്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസർ വന്നാൽ ഞാനത് ചെയ്യും. അങ്ങനെ പറയരുത് സാറേ, പറയരുത് ചേട്ടാ. പ്രൊഡ്യൂസറുടെ കാര്യം ചേട്ടൻ ചിന്തിക്കട്ട, പ്രൊഡ്യൂസറൊക്കെ എൻ്റെ എനിക്കിതൊന്ന് സംവിധാനം ചെയ്യാൻ ചേട്ടനെ പോലെ പരിണതപ്രജ്ഞനായ ഒരാളെ കിട്ടണം. ആകെ ഒരൊറ്റ ഡിമാൻഡേ ഉള്ളൂ ചേട്ടാ, എന്നെ കൊണ്ട് ക്യാമറ വർക്ക് ചെയ്യണം. അടിസ്ഥാനപരമായി ഞാനൊരു ക്യാമറമാനാണ്, ഒരുപാട് ആഡ് ഫിലിം എടുക്കുന്ന ആളാണ്, ഒരുപാട് സീരിയലുകൾ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വാചകത്തോട് വാചകം ഞാൻ പിടികൊടുക്കാതെ കുറേ പ്രാവശ്യം നീട്ടി കൊണ്ടുപോയി. പക്ഷേ അയാൾ എന്നെ വിടുന്നില്ല. അവസാനം ഞാൻ പറഞ്ഞു, എനിക്കെന്തായാലും നിങ്ങളെ കാണാനൊരു കുണ്ട്ര വരെയൊന്നും വരാൻ പറ്റില്ല, തിരുവനന്തപുരത്ത് വരാമെങ്കിൽ നമുക്ക് കാണാം. അപ്പോൾ ചേട്ടാ എവിടെ താമസിക്കണം? ഞാൻ താമസിക്കുന്നിടത്ത് വരണ്ട, പൂജപ്പുരയിലൊരു മൈതാനമുണ്ട്, മനോഹരമായ സർക്കാരിൻ്റെ മൈതാനമുണ്ട്, അവിടെ ഇരിക്കാൻ ഒരുപാട് സീറ്റുകളുണ്ട്, തിരക്ക് കുറവാണ്, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. എന്ന് വരുന്നോ അതിൻ്റെ തലേദിവസം വിളിച്ച് പറയണം, കാരണം ഞാൻ തിരുവനന്തപുരത്തുണ്ടോ എന്ന് അറിയണമല്ലോ. ശരി ചേട്ടാ എന്ന് വെച്ചു. 1 മണിക്കൂർ കഴിയുമ്പോൾ വിളിച്ചിട്ട് പറയണം, ചേട്ടാ ഞാൻ നാളെ രാവിലെ വരട്ടെ. ഞാൻ വന്നോ? അവർ രാവിലെ വന്നു. അപ്പോഴും ഞാൻ പറയുകയാണ്, തിരുവനന്തപുരം എത്താൻ 1/2 മണിക്കൂറുള്ളപ്പോൾ എന്നെ വിളിക്കണം, എനിക്ക് വീട്ടിൽ നിന്ന് റെഡി, ഞാൻ ഒരു അലസനാണല്ലോ, റെഡി ആവാനായിട്ടാണ് പറഞ്ഞത്. ഇവൻ തിരുവനന്തപുരത്ത് എത്തിയിട്ട് എന്നെ വിളിച്ചു, ചേട്ടാ ഞാൻ തമ്പാനൂരെത്തി. ഞാൻ പറഞ്ഞു, ഞാൻ തമ്പാനൂരെത്തുമ്പോൾ വിളിക്കാനല്ലല്ലോ പറഞ്ഞത്, തിരുവനന്തപുരം എത്തുന്നതിന് 1/2 മണിക്കൂർ മുമ്പ് വിളിക്കാമല്ലോ പറഞ്ഞു. ഞാൻ തമ്പാനൂരെത്തി, അത് കുഴപ്പമില്ല, ഞാൻ എത്ര സമയം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു, തിരുവനന്തപുരത്ത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അല്ലെങ്കിൽ ബസ് സ്റ്റേഷനിൽ നിന്ന് പൂജപ്പുര മൈതാനി പോകണമെന്ന് പറഞ്ഞാൽ മതി. റെയിൽവേ സ്റ്റേഷനിലാകുമ്പോൾ പോലീസിൻ്റെ കൗണ്ടറിൽ നിന്ന് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റിക്കില്ല ആട്ടോക്കാർ.
ശരി ചേട്ടാ ഞങ്ങൾ പൂജപ്പുര വരാം. ഞാൻ റെഡിയായി പൂജപ്പുരയിലേക്ക് ചെന്നു. തണലുള്ള ഒരു സ്ഥലം നോക്കി കാർ ഒതുക്കിയിട്ടിട്ട് ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ഇയാൾ വിളിക്കുന്നില്ല. ഞാൻ അങ്ങോട്ട് വിളിച്ചു, നിങ്ങളെത്തിയില്ലേ ഇതുവരെ പൂജപ്പുര? ഞങ്ങളെപ്പോഴേ എത്തി. നിങ്ങളെത്തിയത് നിങ്ങൾ എന്നെ വിളിക്കണ്ടേ? അല്ല ഞാൻ പല പ്രാവശ്യം വിളിച്ചു, ചുമ്മാ കള്ളമല്ലാതെ പറയില്ല, ഞാൻ പല പ്രാവശ്യം വിളിച്ചു, കിട്ടുന്നില്ല. ഞാൻ അതെന്താ കിട്ടാത്തത്? എൻ്റെ ഫോൺ കിട്ടാതിരിക്കില്ല, കാരണം രാത്രി പോലും ഓഫ് ചെയ്യാത്ത ഫോണാണ്. അല്ലെങ്കിൽ മിസ് കോളെങ്കിലും വരണ്ടേ അതിൽ. നിങ്ങളിപ്പോൾ എവിടെയുണ്ട്? അത് സ്ഥലം പറഞ്ഞു. ഞാൻ നേരെ ചെന്നു. ഒരു മകനെയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. സോഡ ഗ്ലാസ് കണ്ണടയൊക്കെ വെച്ച, ആരെയും മുഖത്ത് നോക്കാത്ത, ഒരു ഭാവവും മുഖത്ത് വരാത്ത ഒരു ബുദ്ധിജീവി ലെവലിലുള്ളൊരു പയ്യൻ. അവൻ ഒരു ബാഗൊക്കെ തൂക്കിയിട്ടുണ്ട്. ഞാനൊരു നല്ല ഇരിപ്പിടം നോക്കി ചെന്നിരുന്ന് കുറേ വിട്ടുപുള്ളി, അതെല്ലാം ഞാൻ സഹിച്ചു, എല്ലാം കേട്ടു. എല്ലാം കേട്ടിട്ട് മകൻ്റെ ബാഗ് തുറന്നിട്ട് സ്ക്രിപ്റ്റ് എടുത്ത് എറ്റി തന്നു. അപ്പോൾ ഞാൻ കേട്ടു, മോനെ എന്താ പേര്? അവൻ എന്തോ പേര് പറഞ്ഞു. എത്ര പഠിക്കുന്നു? ഞാൻ +2. ഇനി എന്താവണം തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഇവൻ്റെ അമ്മ ഗൾഫിലാണ്, ഈ അച്ഛനും മോനും മാത്രമേ വീട്ടിലുള്ളൂ. ശരി, സ്ക്രിപ്റ്റ് തന്നിട്ട് എൻ്റെ പറഞ്ഞു, ചേട്ടാ ഒന്ന് വായിച്ചു നോക്കണം. ഞാൻ പറഞ്ഞു, ഇവിടെ ഇരുന്ന് വായിക്കില്ല, ഞാൻ വീട്ടിൽ പോയിട്ട് വായിച്ചോളാം. ചേട്ടാ വായിക്കണം ചേട്ടാ, ഒരു 2 സീൻ വായിക്കണം, എന്താണ് സ്ക്രിപ്റ്റ് എന്നറിയട്ടെ. നിവൃത്തിയില്ലാതെ ഞാൻ കള്ളമൊക്കെ പറഞ്ഞു നോക്കി, കണ്ണട എടുത്തില്ല എന്നൊക്കെ. അപ്പോൾ അവൻ പറഞ്ഞു അവൻ വായിച്ചു തരാം, എനിക്ക് ആരും വായിച്ചു തരുന്ന ഇഷ്ടമല്ല. പിന്നെ ഞാൻ വായിച്ചു, 2 സീൻ വായിച്ചു. ദോഷം പറയരുത്, ആ ഓപ്പണിങ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു മലമ്പാമ്പിനെ കഴുത്തിലിട്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അടുത്ത അവൻ്റെ ചോദ്യം, ഷൈൻ ടോം ചാക്കോയുമായിട്ട് എങ്ങനെയാണ്? ഞാൻ നല്ല ബന്ധമാണ്, പുള്ളിയുടെ ഡേറ്റ് കിട്ടും. ഞാൻ കിട്ടും. ഇല്ല, നായകൻ ഷൈൻ ടോം ചാക്കോ ആവണം. ഞാൻ ആയിക്കോട്ടെ. പിന്നെ മലമ്പാമ്പിൻ്റെ കാര്യമൊന്നും ചേട്ടാ അറിയണ്ട. എന്നിട്ട് പിന്നെ അത് ഞാൻ ഫൈബറിലുണ്ടാക്കും. ഞാൻ പറഞ്ഞു, ഇന്നത്തെ കാലത്ത് ഫൈബറിലൊന്നും ഉണ്ടാക്കണ്ട, കുറച്ച് പൈസ മുടക്കാമെങ്കിൽ ഗ്രാഫിക്സിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ലൈസൻസ് ഉള്ള ആരെയെങ്കിലും ഒരു മലമ്പാമ്പ് വാങ്ങിച്ചാൽ പോരെ, അതിനുള്ള സംവിധാനം ഞാൻ ഉണ്ടാക്കും. കാരണം ഞാൻ നിഴൽക്കണ്ണാടിയിൽ 5 മൂർഖനെ വെച്ച് ഷൂട്ട് ചെയ്ത ആളാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. കാര്യങ്ങൾ പറഞ്ഞു. സ്ക്രിപ്റ്റുമായിട്ട് ഞാനും എണീറ്റു, അവരും കൂടെ വന്നു. ഞാൻ പറഞ്ഞു, നമുക്ക് ഓരോ ചായ കുടിച്ച് പിരിയാം. ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ ഈ പൂജപ്പുര മൈതാനിയിൽ ഒരു മിൽമ പാൽ ഉപയോഗിച്ച് ചായ ഇടുന്ന ഒരു തട്ടുകടയുണ്ട്, എനിക്ക് വളരെ പ്രിയപ്പെട്ട കടയാണ്. ഞാൻ അതിൽ എവിടെ പോയാലും അവിടെ കയറി ചായ കുടിക്കും. ചായയും ഉള്ളിവടയ്ക്കും ഓർഡർ ചെയ്തു. അപ്പോൾ പയ്യൻ്റെ മറുപടി, എനിക്ക് ചായ വേണ്ട. ഞാൻ പറഞ്ഞു, പിന്നെ കോഫി വേണ്ട. ബ്ലാക്ക് ടീ വേണ്ട. ഇതൊന്നും കഴിക്കില്ല. ഇല്ല, ഞാൻ ഹോർലിക്സ് മാത്രമേ കുടിക്കൂ. ഒരു ഹോർലിക്സ് ഓർഡർ ചെയ്തു, ഉള്ളിവടയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ആ പയ്യൻ വളരെ പാവം പയ്യൻ, എന്തോ ചെറിയ പ്രശ്നമുണ്ട് അവന്. കഴിച്ച് സന്തോഷമായിട്ട് എൻ്റെ കാറിൽ തന്നെ കയറ്റി തമ്പാനൂർ കൊണ്ട് വിട്ടു. തമ്പാനൂർ ബസ് സ്റ്റേഷനിൽ വണ്ടി കൊണ്ട് നിർത്തി. അപ്പോൾ കാറിൽ 1 മിനിറ്റ് ഫ്രീ ആയിരിക്കുന്നില്ല, വാചകടിച്ച് എന്നെ ഒരു പരുവാക്കുകയാണ്. അതിൻ്റെ ഓരോ ഷോട്ട് വയ്ക്കേണ്ട രീതി ഒക്കെ പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അതൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അല്ലേ, ഞാനാണ് സംവിധാനം ചെയ്യണമെങ്കിൽ ഞാനല്ലേ അതൊക്കെ നിശ്ചയിക്കുക, നിങ്ങളല്ലല്ലോ എന്നൊക്കെ ഞാൻ തമാശ രൂപത്തിൽ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും അവന് പൂസലാവുന്നില്ല. തമ്പാൻ്റെ ഇറങ്ങി പുറത്തു നിന്ന് നമസ്കാരം ആ കുട്ടി പറഞ്ഞു. അത് കഴിഞ്ഞ് അവൻ എന്നോട് പറഞ്ഞു, ചേട്ടാ പിന്നെ ഒരു പ്രൊഡ്യൂസർ റെഡി ആയിക്കൊള്ളണേ. ഞങ്ങളുടെ ഒരു പ്രൊഡ്യൂസർ റെഡി. ഞാൻ നിങ്ങളുടെ പറഞ്ഞല്ലേ, എനിക്ക് പ്രൊഡ്യൂസർമാരൊന്നും ആരെയും പരിചയമില്ല, ആരെയും ഞാൻ പോയി കാണാറില്ല, ഒരാളെയും അങ്ങോട്ട് ചെന്ന് കാണില്ല, അതൊരു ജീവിത ശബ്ദമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ. പിന്നെ നമ്മളിതെങ്ങനെ ചെയ്യും? ഞാൻ പറഞ്ഞു, ഞാൻ പതുക്കെ ഫ്രണ്ട് സീറ്റ് വെച്ച സ്ക്രിപ്റ്റ് എടുത്ത് ഇങ്ങനെ കാറിൽ നീട്ടിയിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് മലയാളത്തിൽ പറഞ്ഞതാണ്, ഞാൻ കള്ളം പറയില്ല ജീവിതത്തിൽ. നിങ്ങൾ എന്നോട് പറഞ്ഞത് ഗൾഫിലൊരാളുണ്ട് എന്നാണ്. ചേട്ടാ ഗൾഫിൽ ഒരു പ്രൊഡ്യൂസറുണ്ട്, അടുത്ത ആഗസ്റ്റിൽ വരും. ഏത് 2026 ആഗസ്റ്റ് വരുമോ? ഞാൻ പറഞ്ഞു ശരിയാവില്ല. അല്ല ചേട്ടാ വായിക്ക്, അതിനുള്ള വഴി ഞാൻ കണ്ടെത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്തൊക്കെ പോയി. എനിക്ക് തോന്നി ഇതൊരു നല്ല സെറ്റപ്പ് അല്ലാന്ന്. ഞാൻ ആ സ്ക്രിപ്റ്റ് കാറിൽ തന്നെ കിടക്കുകയാണ് ഇപ്പോഴും. കാറിൽ നിന്ന് എടുത്ത് വീട്ടിൽ പോലും കൊണ്ട് കയറിയില്ല, കാരണം അത് നമുക്ക് പറ്റിയല്ല എന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ പ്രൊഡ്യൂസർ ഇല്ലല്ലോ, അവനാണെങ്കിൽ പ്രൊഡ്യൂസർ ഉണ്ടെന്ന് പറഞ്ഞ് കോട്ടയത്തു നിന്ന് വന്ന് എന്നെ കണ്ടിട്ട് കള്ളം പറയുന്നത് വല്ല കാര്യമുണ്ടോ? അപ്പോൾ 10 ദിവസം കഴിഞ്ഞ് സ്ക്രിപ്റ്റ് വായിച്ച് മറുപടി പറയാം, ഇതിൽ എന്തൊക്കെ മാറ്റണമെന്ന് പറയാമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇവൻ കൊട്ടിയത്ത് എത്തിയോടെ എന്നെ വിളിക്കുകയാണ്, എന്താ ഈ കാര്യങ്ങൾ? ഞാൻ എന്താവാൻ, 10 ദിവസം കഴിഞ്ഞല്ലേ ഞാൻ വായിച്ചിട്ട് പറയുള്ളൂ എന്ന് പറഞ്ഞില്ലേ. അല്ല അങ്ങനെ 10 ദിവസമൊക്കെ പറഞ്ഞെങ്കിലും കുറച്ചെങ്കിലും വായിച്ചു കാണില്ലേ. അവൻ ഒരു പേപ്പർ തൊട്ടിട്ടില്ല എന്ന് മാത്രമല്ല, സ്ക്രിപ്റ്റ് കാറി കിടക്കുക. അതെന്ത്? അവൻ താനല്ലേ എന്നോട് പറഞ്ഞു പ്രൊഡ്യൂസർ ഉണ്ടെന്ന്. എൻ്റെ പ്രൊഡ്യൂസറൊന്നുമില്ല, താൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വരാൻ പറഞ്ഞത്. ചേട്ടാ അങ്ങനത്തെ വർത്താനം പറയരുത്. ഒരു സിനിമ ആകുമ്പോഴേ ഒരു കാര്യം ചെയ്യൂ, ഒരു പകുതി പൈസ മുടക്കാനുള്ള ഒരാളെ ഒപ്പിക്കാക്കൂ. എൻ്റെ പകുതിക്കുള്ള ഒരാളുണ്ട്. അവന് ഒരാളും എൻ്റെ ഇല്ല, 1 രൂപ മുടക്കാനുള്ള ഒരാളും ഇല്ല. ചേട്ടാ ഒന്നുകൂടെ ആലോചിക്കുന്നു. ഫോൺ കട്ട് ചെയ്തു. ഞാൻ തിരിച്ചു വിളിച്ചു. ഞാൻ പറഞ്ഞ്, എൻ്റെ പൊന്നു സ്നേഹിത, ഏറ്റവും അടുത്ത സമയത്ത് ഒന്ന് ഈ സ്ക്രിപ്റ്റ് തിരിച്ചു വാങ്ങിക്കണം.
ഇല്ല എങ്കിൽ നിൻ്റെ അഡ്രസ്സ് അയച്ചു തരാം, ഞാൻ പോസ്റ്റ് ചെയ്ത് തരാം, സ്പീഡ് പോസ്റ്റിൽ അയച്ചു തരാം. അല്ല അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ കാര്യങ്ങളെ കാണുന്നത്. എങ്കിൽ പിന്നെ ഞാൻ കൊട്ടിയത്ത് നിന്ന് ഇങ്ങോട്ട് വരെ വന്ന് എന്തൊക്കെയോ പറയുന്നു. പിന്നെ അവൻ എന്നെ ഇരിക്കപ്പുറത്ത് തന്നിട്ടില്ല. ഒരു ദിവസം 50 പ്രാവശ്യം വിളിക്കും. ഞാൻ അഡ്രസ്സ് അയച്ചിട്ടുണ്ട്, എനിക്ക് ഇങ്ങോട്ട് അയച്ചു തരണം. നമ്മൾ കുറച്ച് കഴിഞ്ഞ് വിളിക്കും. എന്താ നിങ്ങൾ അഡ്രസ്സ് നോക്കാത്തത്? ഞാൻ പറഞ്ഞു ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ നോക്കാം. നിങ്ങൾ നോക്കണ്ട, ഞാനത് മായ്ച്ചു. ഞാൻ ആർക്കെങ്കിലും ഒരു മെസ്സേജ് അയച്ചാൽ 1 മിനിറ്റിനുള്ളിൽ അത് നോക്കിയില്ലെങ്കിൽ ഞാൻ അത് മായ്ച്ചു കളയും. പറയുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാൻ അഡ്രസ്സ് അയക്കുന്നില്ല, ഞാൻ നേരിട്ട് വരാം എന്ന് വരും. അത് ഞാൻ പറയാം. ഞാൻ പറയുമ്പോൾ തലേ ദിവസം ഞാനുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് വേണം വരാം. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ തിരുവനന്തപുരത്ത് വന്നിട്ട് പോകും. അല്ല വീട്ടിൽ കൊടുത്തിരുന്നാൽ മതി, ഞാൻ മാച്ചോളാം. ഞാൻ വീട്ടിൽ വരണ്ട, പൂജപ്പുര മൈതാനത്ത് വന്നാൽ മതി, അവിടെ വന്ന് മാച്ചോളാം. എവരെയൊക്കെ വീട്ടിൽ കയറണ എങ്ങനെ തന്നെ. 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും വിളിക്കും. എന്തായി? ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ വരാമെന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ തൽക്കാലം വരാക്കില്ല, അഡ്രസ്സ് അയച്ചു തരാം, അയക്കി, എനിക്ക് സൗകര്യമുള്ളപ്പോൾ അയക്കും. ഇങ്ങനെ പ്രശ്നങ്ങളായിട്ടാണ് ഇപ്പോൾ ഇതിൽ നിങ്ങൾ കേട്ട ശബ്ദം. അവൻ പറയാണ് സ്ക്രിപ്റ്റ് നിങ്ങൾ വെച്ചോ, എനിക്കറിയാം നിയമ നടപടികൾ സ്വീകരിക്കാൻ. ഞാൻ എന്താണ് പറയണ്ടേ? ഇതാണ് ഐറ്റംസുകൾ, മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ അവൻ വന്നാൽ സ്ക്രിപ്റ്റ് കൊടുക്കണോ വേണ്ടത് ഞാൻ ആലോചിക്കുകയാണ്. ആക്രിക്കേൻ്റെ അടുത്ത് തൂക്കി കൊടുക്കണമെന്നേ. കാരണം ഇത്രയും ബോറത്തനം കാണിക്കാമോ നമ്മളോട്? നിങ്ങൾ ആ വോയിസ് മെസ്സേജ് കേട്ടില്ലേ? അവനറിയാമെന്ന് സ്ക്രിപ്റ്റ് വാങ്ങിക്കേണ്ട വഴി എന്താണെന്ന് എനിക്കറിയാമെന്ന്. അഡ്രസ്സ് അയച്ചു കൊടുക്കാം. അല്ല നീ വരികയാണെങ്കിൽ പൂജപ്പര തരാമെന്ന് പറഞ്ഞപ്പോൾ പറയുകയാണ് ഞാൻ സ്ക്രിപ്റ്റ് കൊടുക്കുന്നില്ല. എനിക്ക് ഈ പുളുത്ത സാധനം എനിക്കെന്തിന്? ദയവ് ചെയ്ത് നമ്മളെ പ്രോഗ്രാം കാണുന്നവരോട് ഞാൻ പറയുകയാണ്, കഥ പറയാനുണ്ട്, തിരക്കഥ പറയാനുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് ആരും വിളിക്കരുത്. എൻ്റെ ഇതിലില്ല, പ്രൊഡ്യൂസറൊന്നുമില്ല. ഞാൻ അതുകൊണ്ട് തന്നെ മനസ്സിൽ നിന്ന് സിനിമ പതുക്കെ മായ്ച്ച് കളയുകയാണ്. പ്ലീസ്. നന്ദി, നമസ്കാരം.